പ്രശോഭേട്ടൻ അറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയേറെ നാണം കെട്ടൊരു ദിവസമില്ല. വലിയ കാര്യത്തിൽ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഭജനയും കഴിഞ്ഞ് ക്ഷേത്രവും കാലി. ശരി, അവിടെ പായസം വിളമ്പാൻ നിന്നവനോട് ഞാൻ ചോദിച്ചു കുറച്ച് പായസമെങ്കിലും എനിക്ക് കിട്ടുമെന്ന്. ഉടനെ എന്നോട് അയ്യോ തീർന്നു പോയല്ലോ, നേരത്തെ വരണ്ടായിരുന്നോ ചേച്ചിന്ന്. കുറഞ്ഞത് അങ്ങേർക്ക് ഒരു 10-15 വയസ്സുണ്ടാവും. അങ്ങനെ എന്നെ നോക്കി ചേച്ചിന്ന്. എനിക്ക് അന്നേരമേ എന്റെ കുരു പൊട്ടി. ഞാനൊന്നും മിണ്ടിയില്ലേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോണ്ട് അങ്ങനെ എന്റെ മുഖത്ത് നോക്കി ഒരു ഇളിഞ്ഞ ചിരിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഞാൻ ക്ഷമിച്ചു. എനിക്ക് കദളിപ്പഴം കിട്ടണമല്ലോ. ഞാൻ ചോദിച്ചു കദളിപ്പഴമെങ്കിലും ഉണ്ടോ എടുക്കാനെന്ന്. ഉടനെ പറഞ്ഞു അത് ഗോശാലയിലോട്ട് അയച്ചെന്ന്. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാ ഓടിയത് എനിക്ക് ഒരു കദളിപ്പഴമെങ്കിലും കിട്ടണേന്നുള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോ പശു തിന്നോണ്ടിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരി ആരാ? ആ സുരഭിയാ. ഞാൻ ഒറ്റയ്ക്ക് പോയി എന്റെ കാര്യത്തിന് വേണ്ടി പോയിരുന്നെങ്കിൽ അത് നടന്നിട്ട് ഞാൻ തിരിച്ചു വന്നേനെയായിരുന്നു. ഈശ്വര, ഇവളാ പശുവിന്റെ വാ തുറന്ന് നോക്കാത്ത ഭാഗ്യം. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ ഒന്നും പറഞ്ഞില്ല ലക്ഷ്മി. അപ്പൊ ഇതൊന്നും കേട്ടിട്ട് ഏട്ടനൊന്നും തോന്നുന്നില്ലേ? എടി, ആ പശു പഴം തിന്നതിന് ഞാൻ എന്തോന്ന് ചോദിക്കാൻ? ഓ മനുഷ്യ, പശുവിനെ കുറിച്ചല്ല, പിന്നെ ആ സുരഭിയോട്. അവള് കാരണമല്ലേ ഞാൻ ഇത്രയേറെ നാണം കെട്ടത്. എടി, ഇപ്പൊ ഞാൻ ഇത് പോയി ചോദിച്ചാൽ വലിയ വിഷയം ഉണ്ടാവും. സ്വന്തം ഭാര്യ പൊതു സമൂഹത്തിന് മുമ്പിൽ ഇത്രയേറെ നാണം കെട്ടിട്ട് അതൊന്നും അവളോട് പോയി ചോദിക്കണമെന്നേ ഇല്ലല്ലേ? ഞാൻ വല്ല ബാഹുബലിയുടെ ഭാര്യയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അതായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവന്റെ തല വെട്ടിയനായിരുന്നു. എടി, നിന്റെ വാക്ക് കണ്ടോണ്ട് ഇപ്പൊ എനിക്ക് ബാഹുബലി ആവാൻ വയ്യ, തല എടുക്കാനും വയ്യ. വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു കട്ടപ്പെങ്കിലും ആയിക്കൂടെ? എന്നിട്ട് വേണം പോത്തിന്റെ കുത്തു തൊട്ട് നിൽക്കാൻ. പോത്തിന്റെ കുത്തു കൊണ്ട് പോകുന്നത് മാത്രമേ നിങ്ങൾ കണ്ടുള്ളോ? ലാസ്റ്റ് ബാഹുബലിയുടെ പുറത്തു കൊണ്ടുപോയി വാള് കയറ്റിയത് കണ്ടില്ലേ? നിങ്ങളുടെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മാത്രം പറയില്ല. ഇല്ല ഏട്ടാ, വാഴപ്പിണ്ടി ഞാൻ പറയില്ല. അതിന് ഇച്ചിരി കൂടെ കനമുണ്ട്. അതുകൊണ്ട് ഓമത്തണ്ടാന്നേ ഞാൻ പറയത്തുള്ളൂ. ലക്ഷ്മി, നീ ആവശ്യമില്ലാതെ എന്റെ നട്ടലിനെ പറയല്ലേ. കഴിഞ്ഞ സീസൺ 1 ഞാൻ അനുഭവിക്കുകയാണ്. നീ ചുമ്മാ നട്ടല് പറയുന്നത്. നിനക്കിപ്പോ എന്തോന്ന് വേണം? ഞാൻ സുരഭി ചെന്ന് 2 പറയണം, അതല്ലേ വേണ്ടത്? നീ കണ്ടോ ഞാൻ ബാഹുബലിയാണ് കാലകയനാണെന്ന്? അത്രയൊന്നും ആവണ്ട. ചോദിക്കട്ടെ, ചോദിക്കാം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ രാത്രി ഇങ്ങനെ നിൽക്കുന്നത്. ചോദിക്കാം. പ്രശ്നപ്പെട്ട് ചോദിക്കേ. ചോദിക്കാനാണല്ലോ ഇവിടെ വന്നത്. ഇതെന്താണ് ചോദിക്കുന്നത്? ശരി, ഞാൻ ചോദിക്കാം. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ഈ നിൽക്കുന്ന ഭാര്യ എന്റെ ഈ നിൽക്കുന്ന ഭാര്യനെ കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ ഈ ഭാര്യ എന്റെ ഈ നിൽക്കുന്ന ഭാര്യനെ നാണം കെടുത്തി എന്ന് പറഞ്ഞത് ശരിയാണോ? മൊത്തം 4 ഭാര്യയുടെ. നിങ്ങൾക്ക് എത്ര ഭാര്യ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. നിങ്ങക്ക് വേറെ ഭാര്യ ഉണ്ടോ? എനിക്ക് ഒത്തേ ഉള്ളൂ. അതാരാന്നാ ചോദിച്ചത്? നീയല്ലേ. ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ ചോദിക്കാൻ വന്നത്. നിങ്ങളുടെ ഈ ഭാര്യ എന്റെ ഭാര്യനെ നാണം കെടുത്തി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യം ചേർന്ന് ഞാൻ അങ്ങോട്ടും ചോദിക്കായിരുന്നു. അല്ല, ഇതൊന്നും ജില്ലാ കോടതിയാ? അത് വിട്. എടാ, എന്റെ ഭാര്യയെ ക്ഷേത്രത്തിൽ വന്നത് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ്. അയ്യോ ഹലോ, സമാധാനത്തിന് വേണ്ടിട്ടല്ല, പായസത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോയത്. അതെ, സത്യമാണ്. ഇപ്പൊ എവിടെ നിന്നിട്ട് വന്നത്? കുറക്കൊന്നുമില്ലേ? നിങ്ങളെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് വന്നോളാം. അപ്പൊ എവിടെ പറഞ്ഞു നിർത്തിയാ? ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ്. അതല്ല, പായസം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.